അപ്പോൾ നമ്മുടെ 28ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഗോവയിൽ തന്നെയാണുള്ളത്. ഇന്നലെ നമ്മൾ താമസിച്ച റൂമിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. രാവിലെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഹോട്ടലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇത് ഹോട്ടൽ K7 ട്രെൻഡ്സ് എന്നാണ് എൻ്റെ പേര്. നല്ല ഹോട്ടലാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, കൊള്ളാം. ഹോട്ടൽ K7 ട്രെൻഡ്സ് എന്നാണ് വേണ്ട. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ സ്റ്റേ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടുത്തെ എല്ലായിടത്തെയും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ വന്ന് കഴിച്ച സ്ഥലം അത്ര ടേസ്റ്റി ആയിരുന്നില്ല. നമ്മുടെ മസാല ദോശയും അതുപോലെ ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ ഗോവൻ താലി കഴിക്കാൻ പോവുകയാണ് നമ്മൾ. അതിനുമുമ്പ് ആദ്യം ബീച്ചിൽ പോവുകയാണ്. ബീച്ചിലെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണണം, ബീച്ചിലൊന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോവൻ താലി കഴിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മൾ ബാഗ ബീച്ചിലെത്തി കേട്ടോ. ബാഗ ബീച്ചിൽ ഒരു മണിയായി. നല്ല വെയിലാണ്, പൊരി വെയിലാണ്. നല്ല ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടേ നന്നായി വിയർക്കും. പക്ഷെ ബീച്ചിൽ നിറയെ ആളുണ്ട് കേട്ടോ. നിറയെ ആളുണ്ട്. ഈ സീസൺ അവസാനിക്കുകയാണ് അത്രേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ആളുണ്ട്. വാട്ടർ സ്പോർട്സിൻ്റെ കൗണ്ടറാണ് കേട്ടോ ഇത്. ഇവിടെ പാരാസൈലിംഗ് ഉണ്ട്, മറ്റേ വാട്ടർ സ്കൂട്ടർ ഉണ്ട്, എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടുണ്ട്, എന്താ ഇതുപോലെ തണലിടങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബെഡുണ്ട്, മസാജിങ് ഉണ്ട്. ഒരാൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മസാജ് ചെയ്യും. പിന്നെ നമ്മൾ ഇതണക്കൊരു ബെഡ് എടുത്തു കേട്ടോ. ഇത് 2 ബെഡിന് 1 മണിക്കൂർ 200 രൂപയാണ്. ഓരോ മണിക്കൂറാണ് കേട്ടോ. സിംഗിൾ ആണെങ്കിൽ 100 കൊടുത്താൽ മതി. 1 മണിക്കൂർ 100 രൂപ. 2 ബെഡ് ഒരുമിച്ച് എടുത്തുകൊണ്ട് ഈ കുടയ്ക്ക് കീഴിലിരിക്കാൻ 200 രൂപ 1 മണിക്കൂറത്തേക്ക്. ബാക്കിലേക്ക് പോകുമ്പോൾ റേറ്റ് കുറയും. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് 200 രൂപ. ബാക്കിലാണെങ്കിൽ 100 കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇതില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ, പൊരി വെയിലാണ്. ഇതുള്ളതുകൊണ്ട് വലിയ ആശ്വാസമുണ്ട്. തിരമാലകൾ ഭയങ്കരമായിട്ട് എന്താണ് വയലൻ്റ് ആവുന്നുണ്ട്. ഹൈറ്റ് കൂടുന്നുണ്ട്, ഡേഞ്ചറസ് ആണ്. അപ്പോൾ വാണിംഗ് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കയറ്റി, അവിടെ എല്ലാവരും കയറ്റി. തിരമാലയുടെ ഹൈറ്റ് ഡേഞ്ചർ ആണെന്ന് വെച്ചിട്ടാണ് തിരമാല കൂടി ഡേഞ്ചറാണ്. എല്ലാവരും തിരിച്ചു കയറ്റിയാണ്. ഇവിടെ അങ്ങനെ പെട്ടെന്ന് അപ്പോൾ എല്ലാവരും തിരിച്ചു കയറ്റി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ലൈഫ് സേവേഴ്സ് എന്ന് പറയുന്ന ഒരു വാർണിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും തിരിച്ച് കയറി. ഇവിടെ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഉള്ളിലേക്ക് പോയാൽ ഡേഞ്ചറാണ്. കാരണം അത് ബാഗ ബീച്ച് കണ്ട ബോർഡ് കേട്ടോ, സൂപ്പറാണ്. സമ്മറാണെങ്കിലും ആളുടെ തിരക്കിന് ഒരു കുറവില്ല. മെയ് അവസാനത്തോടുകൂടി ഇവിടെ സീസൺ അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കടലിൽ കുളിച്ചൊക്കെ കഴിഞ്ഞു. കടലിൽ കഴിഞ്ഞു, ഇതാ തിരിച്ചു വന്നു. നമ്മളിപ്പം മണി 3 ഗോവൻ താലി കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഫാറ്റ് ഫിഷ് എന്നാണ് കേട്ടോ, ഫാറ്റ് ഫിഷ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2
ഗോവൻ താലി കിട്ടുന്ന 2 ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റ്സ് ആണ് ഫാറ്റ് ഫിഷ്. ഇവിടെ വിനായക എന്നുണ്ട്, പിന്നെ ഫാറ്റ് ഫിഷും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറുകയാണ് കേട്ടോ. നോക്കട്ടെ, ഇതൊക്കെ ആദ്യ എക്സ്പീരിയൻസ് ആണ്, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഗോവയിലെ ഫേമസ് ആയ താലി കഴിക്കുന്ന ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ്. നല്ല പാട്ടും കൂത്തും ഒക്കെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്, വെൽ ഫർണിഷ്ഡ് ആണ്, നല്ല മ്യൂസിയം ഫുള്ളാണ് കേട്ടോ. ഞങ്ങളൊരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അയക്കൂറ, കിങ് ഫിഷ്, നെയ്മീൻ എന്നൊക്കെ പറയില്ലേ പല പേരിൽ അറിയപ്പെടുന്നത്, അതാണിത്. ഇത് സാൽമൺ ആണ് കേട്ടോ ഇരിക്കുന്നത്, സാൽമൺ, ഭയങ്കര വിലയുള്ള മീൻ. ഇത് ആവോലി കേട്ടോ, വൈറ്റ് ആവോലി. ഇത് ടൈഗർ പ്രോൺസ് ആണ്, ടൈഗർ പ്രോൺസ്. ഇത് ലോബ്സ്റ്റർ ആണ്, ലോബ്സ്റ്റർ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫാറ്റ് ഫിഷ് എന്നുള്ള ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ട് തിരക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ, ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മളൊരു പ്രോൺസ് കറി റൈസും ഒരു കിങ് ഫിഷ് കറി റൈസുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 2:30 ഗോവൻ ഫിഷ് താലി ഇവിടെ കഴിയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് 3 മണി കഴിഞ്ഞു, 3-3:30 ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സാധനമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കിങ് ഫിഷ് റൈസ്, ഇത് പ്രോൺസ് റൈസ്, ഇത് സ്ക്വിഡ് തവ ഫ്രൈ. അപ്പോൾ നമ്മളെ 28ാമത്തെ ദിവസമാണ് കേട്ടോ. 28ാമത്തെ ദിവസം നമ്മൾ താമസിക്കുന്നത് K7 ട്രെൻഡ്സ് എന്നുള്ള ഹോട്ടലാണ് കേട്ടോ. അടിപൊളി ഹോട്ടലാണ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല ഹോട്ടലാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇതാണ്. കബോർഡൊക്കെ ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്, എയർ കണ്ടീഷൻഡാണ്, TV കൊണ്ട്. നല്ല ഹോട്ടലാണ് കേട്ടോ, നല്ല റൂമാണ്, നീറ്റാണ്, ക്ലീനാണ് കേട്ടോ. ഓക്കെ, മണി ഇപ്പോൾ 7:30 ആയി കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിൽ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങോട്ട് പോകുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ടിറ്റോസ് ലെയിൻ എന്ന് പറയുക. ഇവിടെ മസാജ് സെൻറ്റർ, സ്പായുണ്ട്, പിന്നെ ബിയറൊക്കെ അവൈലബിളാണ്. പിന്നെന്താണ്, ഇവിടെ ഷോപ്പിംഗ് ഉണ്ട്, എല്ലാം ഒരുവിധമുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഷോപ്പിങ്ങിനും പർച്ചേസിങ്ങിനും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ടിറ്റോസ് ലെയിൻ എന്ന് പറയുന്നത്. വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. കറണ്ട് പോയോ? അപ്പോൾ ഇതാണ് ടിറ്റോസ് ലെയിൻ. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ബീച്ച് വെയേഴ്സ് ആണ് കൂടുതലും. അപ്പോൾ നമ്മൾ ടിറ്റോസ് ലൈനിലാണ് കേട്ടോ. ടിറ്റോസ് ലൈൻ ഭയങ്കര ബിസിയാണ് ഈ സമയത്ത്. മണി ഇപ്പോൾ 8:45 ഭയങ്കര തിരക്കാണ്. ഇവിടെ ഫിഷ് പായ ഉണ്ട്, മസാജ് സെൻറ്റർ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം എല്ലാ ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. വന്നപ്പോഴേ കേരള ഭക്ഷണം, കേരള റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വായി ഇറങ്ങി വന്നിട്ടേ ഇത് മലയാളി ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടത് കേട്ടോ. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കയറി കഴിച്ചൊന്നുമില്ല, കഴിക്കാൻ സമയമായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഭയങ്കര തിരക്കാണ്, ഇതേ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ഷോപ്പിങ്ങിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം കിട്ടും. യെസ്, എന്തോ ഒരു തിരക്കാണെന്നറിയോ. ഇങ്ക് ക്രാഫ്റ്റ് ടാറ്റു സ്റ്റുഡിയോ, സ്പാ, ഫിഷ് സ്പാ, മസാജ് സെൻറ്റർ, തായ് സ്പാ ആൻഡ് സലൂൺ, കഫേ, ബാർ, റെസ്റ്റോറൻറ്റ്. എന്താ ഒരു ബഹളമാണ് ഇവിടെ കേട്ടോ. ആളുടെ ഒഴുക്കാണ്.
പല ടൈപ്പ് ഡ്രസ്സ് കിട്ടും കേട്ടോ ഇവിടെ. വെസ്റ്റേൺ വെയർ, ബീച്ച് വെയർ ഒക്കെ ഇവിടെ കിട്ടും. അങ്ങോട്ട് പോകുന്നതാണ് ടിറ്റോസ് ലൈൻ, അങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക്. വേണ്ട, ഇതൊക്കെ നമ്മളെ പുറത്ത് വരച്ചു തരും ഒരു. ഇത് വേണേലും വരച്ചു തരും. യെസ്, കരിമ്പുലി വേണ്ട. ഇതൊക്കെ നമ്മുടെ ഓരോ സ്വഭാവം അനുസരിച്ചും ആറ്റിറ്റ്യൂഡ് അനുസരിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരച്ചു തരും. പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ മുക്കിന് ഇത് കണക്ക് ലിക്കർ ഷോപ്പാണ്. ആളുകൾ ഒഴുകുകയാണ് കേട്ടോ ടിറ്റോസ് ലൈനിലേക്ക്. പബ്ബുകൾ, ക്ലബ്ബുകൾ, നൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാഗ ബീച്ചിലേക്ക് പോകാൻ പറ്റും. ഇതിലൊരു നടപ്പാതയുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ലൈൻ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ബീച്ചിലും ആഘോഷങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഗോവയിലെ രാത്രി കാഴ്ചകൾ. ഗോവയിൽ രാവിലെ ഉറക്കമില്ല.
അപ്പോൾ